ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഹെയർ സ്റ്റൈലിംഗ് ടിപ്പാണ്, പ്രത്യേകിച്ച് നെറ്റി കൂടുതലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്. സോ ഫോർ ഹെഡിൽ ഇതുപോലെ 3 ഫിംഗേഴ്സ് വെച്ചിട്ട് പിന്നെയും സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കണ്ടോ എനിക്ക് 3 ഫിംഗേഴ്സ് വെച്ചിട്ട് ഇവിടെ പിന്നെ സ്പേസ് ഉണ്ട്. സോ അതിൽ കൂടുതലുണ്ട്, 3 ഫിംഗേഴ്സിൽ കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ ബിഗ് ഫോർ ഹെഡ് ആണെന്ന് പറയാം. എനിക്ക് ബിഗ് ഫോർ ഹെഡ് ആണ്. 3 ഫിംഗേഴ്സ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞിട്ടും ബാക്കി സ്പേസ് ഉണ്ട്. കറക്റ്റ് 3 ഫിംഗേഴ്സ് ആണെങ്കിൽ കറക്റ്റ് സൈസിലാണ്, 3 ഫിംഗേഴ്സിലും ചെറുതാണെങ്കിൽ ചെറിയ ഫോർ ഹെഡ് ആണെന്നും പറയും. ഓക്കെ, അപ്പോൾ എനിക്കുള്ളത് ബിഗ് ഫോർ ഹെഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എസ്പെഷ്യലി ബിഗ് ഫോർ ഹെഡ് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം ബിഗ് ഫോർ ഹെഡ് ഉള്ള ആളുകൾ ഫേസ് ചെയ്യുന്ന മെയിൻ ഇഷ്യൂ ആണ് നമ്മൾ ഇതുപോലെ ബാക്ക് കോംബ് ചെയ്തിട്ട്, പ്രത്യേകിച്ച് പോണിറ്റെയിലൊക്കെ കെട്ടുമ്പോൾ, പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് എല്ലാവരും തന്നെ പോണിറ്റെയിലായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുക, കാരണം മുടി ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ബാക്ക് കോംബ് ചെയ്ത് ഇങ്ങനെ മുടി കെട്ടുമ്പോൾ ബിഗ് ഫോർ ഹെഡ് ഉള്ളവർക്ക് ഈ ഒരു ഇവിടെ ഒരു വൃത്തികേട് ആ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടാനും പലരും ഈ ഒരു ചൂട് കാലത്തും പോണിറ്റെയിൽ കെട്ടാനായിട്ട് മടി കാണിക്കുന്നതിൻ്റെ ഒരു റീസൺ ബിഗ് ഫോർ ഹെഡ് ഉള്ളവർക്ക് ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വയ്ക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാം. ഞാൻ ഇവിടെ ഒരു കോംബ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ചെറുതായിട്ടൊന്ന് സൈഡ് പാർട്ടീഷൻ ചെയ്യാം. അപ്പോൾ ഒന്നല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് അല്ലെങ്കിൽ റൈറ്റിലേക്ക്. ഞാൻ നോർമലി സൈഡ് പാർട്ടീഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ്, ഈ സൈഡിലേക്കാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എടുത്തു. എന്നിട്ട് ഒരു കുറച്ച് പോർഷൻ വിട്ടിട്ട്, കുറച്ച് പോർഷൻ ഓഫ് ഹെയർ വിട്ടിട്ട് ബാക്കി കുറച്ച് പോർഷൻ ഓഫ് ഹെയർ ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഇടുക. ഓക്കെ, ലെഫ്റ്റെന്നും റൈറ്റെന്നും രണ്ട് സൈഡിൽ നിന്നും കുറച്ച് പോർഷൻ ഓഫ് ഹെയർ മാറ്റിയിടുക. ബാക്കി ഹെയർ ഉണ്ടല്ലോ, ബാക്കി ഹെയർ വന്നിട്ട് ബാക്ക് കോംബ് ചെയ്യുക. ബാക്കി ഹെയർ ബാക്ക് കോംബ് ചെയ്തിട്ട് ബാക്കി ഹെയർ എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് നമ്മൾ എന്ത് ചെയ്യാം, പോണിറ്റെയിൽ കെട്ടാം. അപ്പോൾ ബാക്കി ഹെയർ എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ പോണിറ്റെയിൽ കെട്ടാണ്. അപ്പോൾ ബാക്കി ഹെയർ എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ പോണിറ്റെയിൽ കെട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാക്കി ഫ്രണ്ടിലേക്ക് ഇട്ട ഹെയർ ഉണ്ടല്ലോ, അപ്പോൾ ഈ ഹെയർ ഒരു സൈഡിലെ ഹെയർ എടുക്കുക. എന്നിട്ട് എവിടെതാ 2 യൂപ്പിൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിലെ ഹെയർ എടുക്കുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇപ്പോൾ ഇവിടെ ഉള്ളത് കറക്റ്റ് ഇങ്ങനെ ഒരു ലൈൻ ഇല്ലേ, ആ ലൈൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ കുറച്ച് ഹെയർ ഇപ്പുറത്തൊന്ന് എടുത്തിട്ട് വെറുതെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് ഇടാണ്. അപ്പോൾ ആ ഒരു ഷാർപ്പ് ലൈൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് പേഴ്സണലി അത് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ഈ ഹെയർ ഉണ്ടല്ലോ, ഈ ഹെയർ പയ്യെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലേക്ക് ആക്കുക. എന്നിട്ട് ഇവിടെ പയ്യെ, ഒരുപാട് ഇങ്ങനെ ഇടുമ്പം എനിക്കെന്തോ പണ്ടത്തെ ആക്ടേഴ്സിനെ പോലെ തോന്നും. അതുകൊണ്ട് കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് ബാക്കി എന്ത് ചെയ്യുക, ബാക്കി ആ പോണിറ്റെയിലിൻ്റെ ചുറ്റും ആക്കി വെച്ചിട്ട്, ബാക്കി നിങ്ങളുടെ ഹെയർ ലെങ്ത്തിനനുസരിച്ചിട്ട് ആ പോണിറ്റെയിലിൻ്റെ ചുറ്റും കൊടുത്തിട്ട് ഒരു യൂപ്പിനെടുത്ത് കുത്തി കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ സൈഡൊന്നും ലെഫ്റ്റ് സൈഡൊന്നും ഇതുപോലെ തന്നെ ചെയ്യാം. പിന്നെ കുറച്ച് ഹെയർ ഇവിടെ ഇങ്ങനെ ഇടാം, ഇവിടെ ഇങ്ങനെ വലിച്ച് ഇങ്ങനെ ഇടാം. അപ്പോൾ നമുക്ക് ആ ഫോർ ഹെഡിൻ്റെ വീതി കുറച്ച് കുറഞ്ഞ മാതിരി ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ലെഫ്റ്റിലും കുറച്ച് ഹെയർ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടാം. എന്നിട്ട് ബാക്കിയുള്ള ഹെയർ പയ്യെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് പോൺടെയിലിന് ചുറ്റും വെച്ചിട്ട് ഒരു യൂപ്പിൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. പോൺടെയിലിന് ചുറ്റും റൗണ്ട് ചെയ്യാൻ ഹെയർ ഉള്ളവർ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് യൂപ്പിൻ വെക്കുക കേട്ടോ. ഈ രീതിയിൽ കിട്ടും. അപ്പോൾ ഈ പോർഷനിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഹെയർ കുറച്ച് ഇങ്ങനെ എടുത്ത് ഫ്രണ്ടിലേക്ക് ഇടുക. അപ്പോൾ അത്രയും പോർഷനൊന്ന് കവർ ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ട്രിക്ക് വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.